അഭിമാനത്തിന്റെ ബലത്തിലാണ് സർ കേരളം എന്ന് കേൾക്കുമ്പോൾ ചോര തിളക്കേണ്ടത്. അല്ലാതെ ഭാരതം എന്ന പേരിനോട് ഒട്ടുമേ പ്രതിബദ്ധതയില്ലാത്ത തരത്തിൽ പെരുമാറിക്കൊണ്ട് കേരളം എന്ന് കേൾക്കുമ്പോൾ ചോര തിളച്ചതുകൊണ്ട് പ്രയോജനമില്ല. സർ, ഞാൻ ഈ അവസരത്തിൽ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു വിവാദത്തെക്കുറിച്ച് കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തെക്കുറിച്ച് ഓർത്ത് ചോര തിളക്കാം, പക്ഷെ നമ്മുടെ ഭാരതത്തെക്കുറിച്ചുള്ള അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന വിവാദങ്ങൾ കേരളത്തിൽ സംഭവിക്കുകയാണ്. സർ, 2 ദിവസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു അധ്യാപകൻ ഒരു ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിൽ ശിക്ഷാ നടപടിക്ക് വിധേയനായിരിക്കുന്നത്. സർ, പ്ലീസ് സർ, ഐ ആം ടോക്കിംഗ് അബൌട്ട് അവർ നാഷണൽ ഇന്റഗ്രിറ്റി. സർ, ഈ അധ്യാപകൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ആരാധ്യനായ VD സവർക്കറെ കുറിച്ച് ചോദ്യമുണ്ടാക്കിയതിന്റെ പേരിലാണ്. Sir, I am speaking about the subject. One second. I will call you. 1 second. Sir, VD സവർക്കർ 1 second. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് നടത്തിയ ഒരു ചോദ്യോത്തര പരിപാടിയിൽ VD സവർക്കറെ കുറിച്ച് ഒരു ചോദ്യമുണ്ടായപ്പോൾ ആ ചോദ്യം നിർമ്മിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സർ കേരള ഗവൺമെന്റ്. ഏതായാലും ഭാരതത്തിന്റെ ആത്മാഭിമാനം കേരളവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാനതിവിടെ പറഞ്ഞത്. തീർച്ചയായും ഈ ബില്ല് കേരള എന്ന കൊളോണിയൽ സംസ്കാരം പേറുന്ന പേരിൽ നിന്ന് കേരളം എന്ന ചരിത്രപരമായ സാംസ്കാരിക ഉന്നതിയുള്ള സാംസ്കാരിക പാരമ്പര്യം പേറുന്ന പേരിലേക്കുള്ള നമ്മുടെ പ്രയാണം അഭിമാനകരമാണ് സർ. അത്തരമൊരു ഘട്ടത്തിൽ നമ്മുടെ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില ചലനങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുകയായിരുന്നു ഞാൻ. അത് ഈ വിഷയവുമായി ഏറെ ബന്ധമുള്ളത് തന്നെയാണ് സർ. സർ, കേരളത്തിന്റെ പേര് കേരള എന്നായി മാറിയത് ബ്രിട്ടീഷുകാർ ഭാരതത്തിലേക്ക് വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് 2000 വർഷങ്ങൾക്ക് മുമ്പ് അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങളിൽ കേരളം എന്ന പരാമർശമുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തുടക്കത്തിൽ ശങ്കരാചാര്യർ എന്ന മഹത് വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. ആ കാലഘട്ടങ്ങൾ മുതൽ തന്നെ നമ്മുടെ കേരളത്തെ കേരളം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. അനേക നാളുകളായി കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും അങ്ങേയറ്റം ആവേശത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു മുഹൂർത്തത്തിനു വേണ്ടി. സർ, 2024 ജൂൺ മാസം 24-ാം തീയതി കേരള നിയമസഭ ഏകകണ്ഠമായി കേരള എന്ന പേര് മാറ്റി കേരളം എന്നാക്കണം എന്നൊരു പ്രമേയം പാസാക്കി. ആ പ്രമേയം കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തു. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ, മന്ത്രിസഭാ യോഗത്തിൽ കേരളം എന്ന പേര് നിലവിൽ വരണം എന്ന താല്പര്യത്തോടെ ഉത്തരവിറക്കി. അങ്ങേയറ്റത്തെ സന്തോഷത്തോടെയാണ് കേരളം അത് സ്വീകരിച്ചത്. സർ, ഇന്ന് ആ ഉത്തരവിന്റെ ആത്മാവിനെ ആവാഹിച്ചെടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ആ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ആ ഘട്ടത്തിൽ ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ബില്ലിനെ കുറിച്ച് സംസാരിക്കുന്നത്. സർ, കേരളത്തെ കേരളമാക്കിയ അനേകം സാഹിത്യ നായകന്മാർ, നമ്മുടെ സാംസ്കാരിക നായകന്മാർ, നവോത്ഥാന നായകന്മാർ, അയ്യാ വൈകുണ്ഠസ്വാമി മുതൽ ഇങ്ങോട്ടുള്ള പരമ്പര ഓരോന്നും എടുത്തു പരിശോധിച്ചാൽ ശ്രീനാരായണ ഗുരുദേവൻ, മഹാത്മാ അയ്യങ്കാളി, കുമാരനാശാൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി, ഇതുപോലെ അനേകം ആളുകൾ അവരവരുടെ പ്രസംഗങ്ങളിൽ, അവരവരുടെ രചനകളിൽ, അവരവരുടെ വാക്കുകളിൽ എന്റെ കേരളത്തെക്കുറിച്ച്, ഞങ്ങളുടെ കേരളത്തെക്കുറിച്ച് അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തെക്കുറിച്ച് അതിമനോഹരമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആ പ്രതിപാദ്യത്തെ മുഴുവൻ ആവിഷ്കരിച്ചുകൊണ്ടാണ്
ആദരണീയനായ നരേന്ദ്രമോദി, നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഈ ബില്ല് കൊണ്ടുവരാനുള്ള മുൻകൈ എടുത്തത് എന്ന് കേരളക്കാർ കൃതജ്ഞതയോടെ സ്മരിക്കുകയാണ് സർ. കേരളമായി മാറുമ്പോൾ ഒരു വാക്കിന്റെ മാറ്റമായിട്ട് മാത്രം നമ്മൾ അതിനെ കാണാൻ പാടില്ല സർ. ഒരു വാക്കിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട് സർ. ഒരു പേരിന്റെ പിന്നിൽ കുറേയധികം ഓർമ്മകളുണ്ട് സർ. ഒരു ഭാഷയുടെ പിന്നിൽ വലിയൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വേറിട്ടതല്ല. ഇതുമാത്രം പറഞ്ഞതുകൊണ്ടായില്ല. കേരളത്തോട് അങ്ങേയറ്റത്തെ ഔദാര്യത്തോടെ എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങേയറ്റത്തെ വാത്സല്യത്തോടെ കേരളത്തിലെ ജനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന, കരുതലോടെ കാക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രിക്ക് അനേകം സാമ്പത്തികമായ കാര്യങ്ങളിലൂടെ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലൂടെ, സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലൂടെ, ഗതാഗത സൗകര്യം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ കേരളത്തെ കരുതലോടെ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ആരാധ്യനായ പ്രധാനമന്ത്രിക്ക് ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിച്ചുകൊണ്ട് സർ, ഞാൻ ഈ ബില്ലിനെ അങ്ങേയറ്റം ആവേശത്തോടെ സന്തോഷത്തോടെ പിന്താങ്ങുന്നതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.